കട്ടായിപ്പോയി എന്നാകെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? വലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനിക്ക് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ, എൻ്റെ ഉമ്മത്തിനിക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ, അമർത്തുഹും, ഞാൻ എൻ്റെ സമുദായത്തോട് കൽപ്പിക്കുമായിരുന്നു, ബിസ്സിവാക്കി, മിസ്വാക്ക് ചെയ്യാൻ, ഇൻദ കുല്ലി വുളൂ, എല്ലാ വുളൂവിൻ്റെ നേരത്തും. ഇപ്പോൾ വുളൂവിൻ്റെ തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യൽ ഇപ്പോൾ സുന്നത്താണ്. എൻ്റെ ഉമ്മത്തിനിക്ക് അതൊരു പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ, എൻ്റെ ഉമ്മത്തിനിക്ക് ഭാരമാകും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ മിസ്വാക്ക് നിർബന്ധമാക്കാതിരുന്നത്. അല്ലെങ്കിൽ വുളൂവിൻ്റെ തുടക്കത്തിൽ മിസ്വാക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനിക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ, പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ, അമർത്തുഹും, ഞാൻ അവരോട് നിർദ്ദേശിക്കുമായിരുന്നു. നിർദ്ദേശിക്കുന്നു പറഞ്ഞാൽ നിർബന്ധമായും അവരോട് കൽപ്പിക്കുമായിരുന്നു, നിർബന്ധ കൽപ്പന അവരോട് നടത്തുമായിരുന്നു, ബിസ്സിവാക്കി, മിസ്വാക്ക് ചെയ്യാൻ, അതിനെന്താ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇൻ്റെ സമയത്തും. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. കാരണം ഉമ്മത്തിനിക്ക് പ്രയാസമാകുമെന്ന്, ഉമ്മത്തിനിക്ക് പ്രയാസകരമാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. ഏതുമാതിരി തറാവീഹ് അല്ലേ, തറാവീഹ് റസൂലുള്ളാഹി തങ്ങൾ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു. 4-ാമത്തെ ദിവസം റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ടില്ല. കാരണം മുത്തുനബി തങ്ങൾ പേടിച്ചുപോയി, ഉമ്മത്തിനിക്ക് പ്രയാസകരമാകും, ഞാനിങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ പിന്നെ സ്വഹാബികളൊക്കെ ആവേശത്തോടു കൂടി ജമാഅത്തായിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇത് എങ്ങാനും നിർബന്ധമാക്കപ്പെടുമോ എന്ന്, റമദാൻ മാസത്തിലെ തറാവീഹ് എങ്ങാനും നിർബന്ധമാക്കപ്പെടുമോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഭയന്നു. നിർബന്ധമായി കഴിഞ്ഞാൽ ഉമ്മത്തിനിക്ക് പ്രയാസാവൂലേ? അതുകൊണ്ട് തന്നെ ഉമ്മത്തിനോട് കരുണയും കടാക്ഷവുമുള്ള റഹ്മത്തുൽ ആലമീന റസൂലുള്ളാഹി തങ്ങൾ 4-ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഉമ്മത്തിനിക്ക് അതെങ്ങനെ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട്. പിന്നെയോ പറ്റുന്നവർ വീട്ടിൽ നിന്ന് പറ്റുന്നത് പോലെ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് വ്യാപകമായിട്ട് പള്ളിയിലേക്ക് തറാവീഹിന് വേണ്ടി ക്ഷണിക്കുകയും പള്ളിയിൽ ജമാഅത്തായി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് 20 റക്അത്തായിട്ട്. അത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതുവരെ രഹസ്യമായിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അതാണ് ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂ. മറ്റൊരു ഹദീസ് വലൗലാ അൻ അശുഖ അലാ ഈ ഹദീസ് തുടങ്ങുന്നതിന് മുമ്പുള്ള വാവിന് ശേഷം എന്തോ ഒരു അടയാളം വെച്ചാൽ എന്താണ് അത്? നമ്മളോരോ ആയത്ത് കഴിയുമ്പോൾ ഒരു ചിഹ്നം ഇല്ലേ? ഇത് ഒരു ബ്രാക്കറ്റാണ് ചിഹ്നം. അത് അല്ലല്ല, ലൗലാ അൻ അശുഖ അലാ ഉമ്മതി 2 ഹദീസ് ഉണ്ട്. വാവ് ഹദീസിൽ പെട്ടതല്ല. ബ്രാക്കറ്റ് പിന്നെ എന്താ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താണ് ഒരു ഹദീസിലേക്കുള്ള ബ്രാക്കറ്റ്. ഇനിയോ അടുത്തത് ലൗലാ അൻ അശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാഹ്. നേരത്തെ ഇൻദ കുല്ലി വുദൂഇൻ, ഇവിടെ ഇൻദ കുല്ലി സ്വലാഹ്. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി, എൻ്റെ ഉമ്മത്തിനിക്ക് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ, എൻ്റെ ഉമ്മത്തിനിക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ, അമർത്തുഹും, ഞാൻ എൻ്റെ ഉമ്മത്തിനോട്, എൻ്റെ സമുദായത്തോട് നിർബന്ധമായ കൽപ്പന നടത്തുമായിരുന്നു, ബിസ്സിവാക്ക്, മിസ്വാക്ക് ചെയ്യാൻ, ഇൻദ കുല്ലി സ്വലാ, എല്ലാ നിസ്കാര വേളയിലും. ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും തുടക്കത്തിൽ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമായി നിർദ്ദേശിക്കുമായിരുന്നു. 2 ഹദീസ് ഉണ്ട്. ഷക്ക എന്ന് പറഞ്ഞാൽ പ്രയാസമാവുക. അഷുക്ക എന്ന് പറഞ്ഞെങ്കിൽ അതന്നെ അഷക്ക. അവിടെ ഷക്ക യശുക്കു. പ്രയാസം വരുത്തുക എന്നുള്ള അർത്ഥത്തിലേക്കാണുള്ളത്. അപ്പോൾ ലൗലാ അൻ അശുക്ക എന്ന് പറഞ്ഞാൽ പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ എന്നർത്ഥം, ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ.
അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഷക്ക എന്ന് പറഞ്ഞാൽ പ്രയാസമാവുക, ഷക്ക പ്രയാസപ്പെടുത്തുക. അപ്പം അൻ അഷുഖ എന്ന് പറഞ്ഞ് ഞാൻ പ്രയാസപ്പെടുത്തുമായിരുന്നില്ലെങ്കിൽ, ഞാൻ ബുദ്ധിമുട്ടാക്കുമായിരുന്നില്ലെങ്കിൽ എന്നർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ സ്വന്തത്തെ പറയുന്നത്, ഞാൻ ബുദ്ധിമുട്ടാക്കുമായിരുന്നില്ലെങ്കിൽ, പ്രയാസപ്പെടുത്തുമായിരുന്നില്ലെങ്കിൽ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനിക്ക്. അപ്പം ഞാൻ പ്രയാസപ്പെടുത്തുമായിരുന്നില്ലെങ്കിൽ ലഅമർത്തുഹും, ഞാൻ അവരോട് നിർദ്ദേശിക്കുമായിരുന്നു ബിസ്സിവാക്കി, മിസ്വാക്ക് ചെയ്യാൻ, ഇൻദ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇൻ്റെ വേളയിലും. മനസ്സിലായില്ലേ? ഒരുപാട് ഹദീസുകളുണ്ട് കേട്ടോ മിസ്വാക്ക് സംബന്ധമായിട്ട്. മിസ്വാക്ക് സംബന്ധമായിട്ട് ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. എന്തിനെ സൂചിപ്പിക്കുന്ന? മിസ്വാക്കിൻ്റെ പോരിശയെ സൂചിപ്പിക്കുന്ന, മിസ്വാക്കിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഹദീസുകൾ ഒരുപാടുണ്ട്. ഇനി അടുത്തൊരു ഹദീസ് നോക്ക്. എന്താണ്? റക്അത്താനി ബിസ്സിവാക്കി അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. റക്അത്താനി ബിസ്സിവാക്കിൻ, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. 2 റക്അത്ത് നിസ്കാരം, സുന്നത്ത് എന്നല്ല, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമാണ്, മിൻ 70 റക്അത്തൻ, 70 റക്അത്തിനേക്കാളും ബിലാ സിവാക്കിൻ, മിസ്വാക്ക് ചെയ്യാത്ത. അപ്പം മിസ്വാക്ക് ചെയ്യാതെയുള്ള 70 റക്അത്ത് നിസ്കാരത്തെക്കാളും പോരിശ, പവിത്രത മിസ്വാക്കോടുകൂടിയുള്ള 2 റക്അത്ത് നിസ്കാരത്തിനേക്കുണ്ട് എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ നമ്മൾ പിന്നെ ജമാഅത്തായ നിസ്കാരത്തിലേക്ക് എത്ര ഇരട്ടി പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞത്? 27. ജമാഅത്തായ നിസ്കാരത്തിലേക്ക് ജമാഅത്തില്ലാതെ നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമേ ഉള്ളൂ. പക്ഷേ ഇവിടെ കണ്ട, ഇവിടെ അതിനേക്കാളും മറികടന്നത് ജമാഅത്ത്, അത് 27 ഇരട്ടിയാണ് കേട്ടോ. ഇത് 70 റക്അത്ത്. 70 റക്അത്ത് പറയുമ്പോൾ എത്രയായി? 35 ഇരട്ടിയായില്ലേ? ഏകദേശം 35 ഇരട്ടിയായി. 2 റക്അത്ത് 70ലേക്ക് എത്തുമ്പോൾ നമ്മൾ 2നെ പിന്നെ 70 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 35 കിട്ടും. എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രതിഫലമുണ്ട് എന്ന് എല്ലാ ഹദീസുകളും ഹദീസ് വ്യക്തമാക്കി തരുന്നുണ്ട്. മിസ്വാക്കിലേക്ക്, സിവാക്ക്, പല്ലിയൊക്കെ അതിൻ്റെ കോലങ്ങളും രൂപങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പവിത്രത മാത്രം, ഇപ്പം അതിൻ്റെ ഫളായില് മാത്രം പറഞ്ഞു പോവുകയാണ്, അതിൻ്റെ പവിത്രതയും പോരിശയും മാത്രം പറഞ്ഞു പോവുകയാണ്. റക്അത്താനി ബിസ്വാക്കിൻ അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. ഓഫ്ക്കാൻ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ മിസ്വാക്കോട് കൂടിയുള്ള 2 റക്അത്ത് നിസ്കാരം അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമാണ്, മിൻ 70 റക്അത്തിൻ, 70 റക്അത്തിനേക്കാളും, ബിലാ സിവാക്കിൻ, മിസ്വാക്കില്ലാത്ത 70 റക്അത്തിനേക്കാളും. ഇനിയോ ഫസ്സിവാക്കു, മിസ്വാക്ക് എന്നുള്ളത് മുസ്തഹബ്ബുൻ, സുന്നത്താണ്, ഫീ ജമീഇൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളിലും മിസ്വാക്ക് സുന്നത്താണ്. നമുക്ക് ഈ ആനത്ത് പോലുള്ള ഫിഖ്ഹിൻ്റെ കിതാബുകൾ പറയുന്നുണ്ട് മിസ്വാക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ്സ്, മിസ്വാക്ക് ചെയ്താലുള്ള അതിൻ്റെ പോസിറ്റീവ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാചാലനാവുന്നുണ്ട് ഓരോ ഇമാമിങ്ങളും. എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് വാചാലനാവുന്നുണ്ട്. എന്തൊക്കെയാണ്? പിന്നെ ആത്മീയമായ ബെനിഫിറ്റ്സ് ഉണ്ട്, ഭൗതികമായ ബെനിഫിറ്റ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. അതിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ടും മിസ്വാക്ക് പതിവാക്കുന്ന വ്യക്തി മരണപ്പെടുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ചെല്ലാനുള്ള ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു അവസരം കിട്ടുമെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. മിസ്വാക്ക് പതിവാക്കുന്ന വ്യക്തിക്ക് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാനുള്ള വലിയൊരു ഭാഗ്യവും അതിനുള്ള അവസരവും കിട്ടും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമാണല്ലോ അത്. മരിക്കുന്ന സമയത്ത് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാളും വലിയൊരു ഭാഗ്യം മറ്റൊന്നില്ല. നമുക്ക് എന്തിനെക്കുറിച്ചും ഗ്യാരണ്ടി പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിനും ഗ്യാരണ്ടി ഇല്ല, നമ്മുടെ ഈമാനിനും ഗ്യാരണ്ടി ഇല്ല. അത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് മിസ്വാക്ക് പതിവാക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന് എന്തായാലും ഗ്യാരണ്ടി ഇല്ല, അത് ഉറപ്പന്നെ. അത് നമ്മൾ ഗ്യാരണ്ടി ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എല്ലാ ദിവസവും ലഖദ് ജാഅക്കും ഓതുക എന്നുള്ളതാണ്. സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും
ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്ന് നമ്മൾ ചെല്ലുക. എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ നമുക്ക് മരണത്തിൽ നിന്നും സംരക്ഷണം കിട്ടുമെന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂർ നമ്മൾ സാധാരണ കിടക്കുന്ന സമയത്ത് ചെല്ലിയാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം കിടക്കുന്നവരെ നമുക്ക് ബാധകമാവുമല്ലോ 3 വട്ടം. അത് 3 വട്ടം ഓതിക്കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് പോലും നമുക്ക് സംരക്ഷണം കിട്ടും 24 മണിക്കൂർ എന്ന് നമ്മൾ മരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ദിവസം അത് മറപ്പിക്കുകയോ ആ ചെല്ലുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റുകയോ ചെയ്യും എന്ന് ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിരിക്കൽ നമുക്ക് ചെല്ലാൻ മറന്നുപോകും, അല്ലെങ്കിൽ ചെല്ലുന്നതിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടാവും. ലഖദ് ജാഅക്കും 24 മണിക്കൂർ അത് ഗ്യാരണ്ടി. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, നമ്മൾ വിസ്വാക്ക്. അപ്പം നമ്മൾ ജീവിതത്തിന് ഗ്യാരണ്ടി കിട്ടാൻ എന്ത് ചെയ്യുക, അത് പതിവാക്കുക. നമ്മളെ ഈമാനിന് ഗ്യാരണ്ടി കിട്ടാൻ മിസ്വാക്ക് പതിവാക്കുക. നമ്മളെ ഈമാനിന് ഒരു ഗ്യാരണ്ടിയിൽ നമ്മളിപ്പോൾ 99 വർഷം 100 വർഷം ജീവിച്ചൊരു വ്യക്തി 99.25 വർഷം മുഅ്മിനായി ജീവിച്ചിട്ട് മരണത്തിൻ്റെ മുമ്പത്തെ ദിവസം അവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിച്ചതിന് അർത്ഥമില്ലാതായിപ്പോയില്ലേ? അവൻ്റെ ജീവിതം പാഴായിപ്പോയി. കാരണം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോകുന്ന സമയത്ത് നിൻ്റെ ഈമാൻ കയ്യിലുണ്ടോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോകുന്ന സമയത്ത് ഈമാൻ കയ്യിലില്ലേ, നീ പരാജിതനാണ്, നഷ്ടക്കാരനാണ്. മരണത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ 100 വർഷം മരണത്തിന് തൊട്ട് മുമ്പത്തെ ദിവസം വരെ, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ മണിക്കൂർ വരെ നീ അവിശ്വാസിയായി ധിക്കാരിയായി ജീവിച്ചു. പക്ഷേ മരണത്തിന് തൊട്ട് മുമ്പ് നിനക്കല്ലാഹു ഈമാൻ പാരിതോഷികമായി നൽകി. അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യവും ഔദാര്യവും കാരണമായി നിനക്ക് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ മരണസമയത്ത് നിൻ്റെ കയ്യിൽ ഈമാനുള്ളത് കൊണ്ട് തന്നെ നീ സ്വർഗസ്ഥനാണ്. പക്ഷേ നമ്മളെല്ലാം വലിയ ഈമാനോടുകൂടി ആത്മീയതയോടുകൂടി ജീവിച്ചിട്ട് മരണത്തിന് തൊട്ട് മുമ്പ് ഈമാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വലിയ പരാജിതനാണ്. ഇത് വലിയൊരു സംഭവമാണ്. അതാണ് ശൈത്താൻ്റെ ഷർറിൽ നിന്നും മരണസമയത്ത് കാവല് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയ. ഹുസ്നുൽ ഖാത്തിമത്തിനേക്കാളും വലിയൊരു സമ്പാദ്യം നമുക്ക് കിട്ടാനില്ല. എപ്പോഴും നമ്മൾ അതിനുവേണ്ടി ദുആ ചെയ്യണം. മരിക്കുക എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടതാണ്, സുനിശ്ചിതമാണ് അല്ലേ? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. എല്ലാവരും ഭയന്നോടുന്നത് മരണത്തിൽ നിന്നാണ്. പക്ഷേ മരണം ഒരു ദിവസം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. എത്ര ഭയന്നോടിയാലും മരണം നിന്നെ പിടികൂടും. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുകയും നേർക്കുനേർ കണ്ടുമുട്ടുകയും നിങ്ങളിൽ നിന്ന് ആത്മാവ് വേർപെടുകയും ചെയ്യും. അപ്പം മരണം നമുക്ക് ഒരിക്കലും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മരണം നിശ്ചയിക്കപ്പെട്ടതാണ്. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്, നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ റബ്ബേ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല, ജീവിതത്തിന് അർത്ഥമില്ലാണ്ടായിപ്പോയി. അപ്പം അതിനുവേണ്ടി എപ്പോൾ ദുആ ചെയ്യണം നല്ലോണം, ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടിയിട്ട്, ഈമാനോടുകൂടി മരണപ്പെടാൻ വേണ്ടിയിട്ട്. തൊണ്ടക്കുഴിയിൽ നിന്നും റൂഹ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈമാൻ കയ്യിലുണ്ടാവുക. അല്ലാഹു ഈമാൻ സലാമത്താക്കി മിനിങ്ങളാക്കി നമ്മളൊക്കെ മരണപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ആ ദുആ പതിവാക്കിയാൽ മതി. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി നമ്മയെയും നമ്മോട് വേണ്ടപ്പെട്ടവരെയും മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ഉസ്താദുമാരെയും ഒക്കെ ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയോ ഫസ്സിവാക്കു, മിസ്വാക്ക് എന്നുള്ളത് മുസ്തഹബ്ബുൻ. മിസ്വാക്ക് എന്നുള്ളത് മുസ്തഹബ്ബുൻ. ഒരു മിനിറ്റ്
ഇനിയോ ഫസ്സിവാക്ക് മിസ്വാക്ക് എന്നുള്ളത് മുസ്തഹബ്ബുൻ സുന്നത്താണ് ഫി ജമീഅൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളിലും മിസ്വാക്ക് സുന്നത്താണ്, മുഴു സമയങ്ങളിലും മിസ്വാക്ക് സുന്നത്താണ്. നമ്മളത് നേരത്തെ പറഞ്ഞത് അതിൻ്റെ പോരിശ അല്ലേ, മരണപ്പെടുന്ന സമയത്ത് ഈമാൻ സലാമത്താകും. അതേപോലെ പിന്നെ കണ്ണിൻ്റെ ആരോഗ്യം, ഹെൽത്തി സൈറ്റ് എന്നുള്ളത് ഉണ്ടാവും, അതിൻ്റെ ഒരു പോരിശയാണ്. കണ്ണിന് നല്ല തെളിച്ചം ഉണ്ടാകും, കണ്ണിൻ്റെ കാഴ്ച മങ്ങില്ല. അതേപോലെ പല്ലിൻ്റെ രോഗങ്ങളിൽ നിന്ന്, പല്ല് സംബന്ധമായ രോഗങ്ങൾ അല്ലേ, ഡെൻ്റൽ ഹെൽത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പല്ല് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. അതേമാതിരി ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. മുഖത്തിന് നല്ല തെളിച്ചമുണ്ടാകും, എപ്പോഴും നല്ല ഉന്മേഷമുണ്ടാകും. അങ്ങനെ ഒരുപാട് പോരിശകൾ പറയുന്നുണ്ട്. ഹെൽത്തി ആൻഡ് ഭൗതികമായ, ആരോഗ്യപരമായ, ആത്മീയമായ ഒരുപാട് പോരിശകൾ പറയുന്നുണ്ട്. നമുക്ക് ആരാധനകളോട് നല്ല തൽപരതയുണ്ടാകും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ക്ഷമ വേണം. ക്ഷമ എന്നുള്ളത് എന്തുമാത്രമല്ല, ബുദ്ധിമുട്ടാകുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്നതല്ല ക്ഷമ. പിന്നെയോ നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് മാത്രം ക്ഷമിക്കുക എന്നുള്ളതല്ല. 3 ക്ഷമയുണ്ട്. ഒന്ന് ആരാധനകൾ ചെയ്യാനുള്ള ക്ഷമ അല്ലേ. ആരാധനകൾ ചെയ്യുന്ന സമയത്ത് ശക്തമായ മടി വരും. ആ മടിയെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ കൈകൊള്ളുന്നൊരു ക്ഷമയുണ്ടല്ലോ, ആരാധനകൾ ചെയ്യാനുള്ള ക്ഷമ. പിന്നെയോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, അതും ക്ഷമയാണ്. അവിടെയാണ് തഖ്വ ഉണ്ടാകുന്നത് അല്ലേ. ആരാധനകൾ മുറ പോലെ ചെയ്യാൻ, വഴിതെറ്റാതെ ആരാധനകൾ കൃത്യമായി മുറ പോലെ ചെയ്യാനുള്ള ക്ഷമ. നമുക്ക് പല ശല്യങ്ങളും പല പിന്തിരിപ്പങ്ങളുണ്ടാവും. ആ പല പിന്തിരിപ്പിൻ്റെയും ശല്യങ്ങളുടെയും ഇടയിൽ ആരാധനകൾ മുറ പോലെ ചെയ്യാനുള്ള ക്ഷമ. പിന്നെയോ പ്രലോഭനങ്ങൾ ഒരുപാടുണ്ടാകും. തെറ്റുകളിലേക്ക് നമ്മൾ വഴി നടത്താൻ ഒരുപാട് കൂട്ടുകാരുണ്ടാവും, ഒരുപാട് പണമുണ്ടാകും, മാനസികമായ നമ്മളെ ഇച്ഛയുണ്ടാകും. അതേപോലെ പിശാചിൻ്റെ ശല്യം ഉണ്ടാവും, പ്രലോഭനങ്ങളുണ്ടാവും, അവൻ്റെ കെണിവലകളുണ്ടാവും. അപ്പം അതിൽ നിന്ന് കുതറി മാറി തെറ്റില്ലാത്ത ജീവിതം നയിക്കാൻ നമ്മൾ കൈകൊള്ളേണ്ട ഒരു ക്ഷമ. പിന്നെയുള്ള ക്ഷമയാണ് നമുക്ക് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ആപത്തുകളും കെടുതികളും വരുന്ന സമയത്ത് നമ്മൾ കൈകൊള്ളുന്ന ക്ഷമ. ഇങ്ങനെ 3 ക്ഷമയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷമ, മൂന്നാം സ്ഥാനത്താണ്. നമ്മൾ ഈ ആപത്തിൽ കൈകൊള്ളുന്ന ക്ഷമ 3-ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തുള്ള ക്ഷമ ഏതാ? തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. 2-ാം സ്ഥാനത്ത് ആരാധനകൾ ചെയ്യാനുള്ള ക്ഷമ, നിസ്കാരങ്ങളും നോമ്പും അടങ്ങുന്ന ഇബാദത്തുകൾ ചെയ്യാനുള്ള ക്ഷമ. എന്താ പറഞ്ഞത്? മനസ്സിലായില്ല? ഇതൊക്കെ അതിന്റെ ഇത് മിസ്വാക്ക് ചെയ്താല് അതിന് ഉപകരിക്കുന്ന പറയുന്നത് ക്ഷമ കിട്ടും പറയുന്നു. ഏത് അല്ല നമ്മൾ പറഞ്ഞ അത് ക്ഷമാന് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. 3 രൂപത്തിലുള്ള ക്ഷമയുണ്ട് എന്നുള്ളത്. മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇബാദത്തിനുള്ള തൽപരത വർദ്ധിക്കും. മനസ്സിലായില്ലേ? ഇബാദത്തിനുള്ള അള്ളാഹുവിന് വണങ്ങാനും അള്ളാഹുവിന് സുജൂദ് ചെയ്യാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുമുള്ള താല്പര്യം കൂടും, മടി കുറയും. അതാ പറഞ്ഞത്. ഒരുപാട് പവിത്രതകൾ മിസ്വാക്കുമായി ബന്ധമുണ്ട്. നോക്കുക, ഫസ്സിവാക്ക് മിസ്വാക്ക് എന്നുള്ളത് മുസ്തഹബ്ബുൻ സുന്നത്താണ്. മുസ്തഹബ്ബ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് നമ്മൾ സാധാരണ മസ്നൂ നഫ്ൽ എന്ന് പറയുന്നില്ല, അതേ അർത്ഥത്തിലേക്ക് തന്നെയാണ്. ഈ സുന്നത്ത്, മുസ്തഹബ്ബ്, അതേപോലെ എന്താണ് നഫ്ൽ, ഇതൊക്കെ ഒരേ അർത്ഥത്തിലേക്ക് വരാറുള്ളത്. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, നഫ്ൽ എന്ന് പറഞ്ഞാലും സുന്നത്താണ്.
മന്ദൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. സുന്നത്തിനിക്ക് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ യുസന്നു എന്ന് പറഞ്ഞാലും യുസ്തഹബു എന്ന് പറഞ്ഞാലും യുന്തബു എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? ഒരേ അർത്ഥത്തിനിക്കാണ്. എവിടെ? ഫീ ജമീഅൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളിലും മിസ്വാക്ക് സുന്നത്താണ്. ഇല്ലാ ലിസ്സായിമി, നോമ്പുകാരനിക്കൊഴികെ. ബഅദ സവാൽ, നോമ്പുകാരനിക്ക് ഉച്ചതിരിഞ്ഞതിന് ശേഷം. എന്താണ്? സൂര്യൻ മൂർദാവിൽ നിന്ന് തെറ്റുക, അല്ലേ? സൂര്യൻ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് തെറ്റുക, കിഴക്കിൽ നിന്ന് ഉദിച്ച് മൂർദാവിലേക്ക് നേരെ ഉച്ചസ്ഥായിലേക്ക് എത്തി പിന്നെ പടിഞ്ഞാറിലേക്ക് തെറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഉച്ചക്ക് മുമ്പ് പ്രശ്നമില്ല. അപ്പോൾ ഉച്ചതിരിഞ്ഞതിന് ശേഷം നോമ്പുകാരനിക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തല്ല. അപ്പോൾ നോമ്പുകാരനിക്കൊഴികെ ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാ സമയത്തും മിസ്വാക്ക് സുന്നത്താണ്. ബഅദ സവാൽ ഇല്ലാ ലിസ്സായിമി, നോമ്പുകാരനിക്കൊഴികെ. എപ്പോൾ നോമ്പുകാരനിക്ക് ഒഴികെ എന്ന് പറഞ്ഞത്? ബഅദ സവാൽ, ഉച്ചതിരിഞ്ഞതിന് ശേഷമുള്ള നോമ്പുകാരനിക്കൊഴികെ. ശരിയില്ല? അപ്പോൾ നോമ്പുകാരനിക്കും ഉച്ചക്ക് മുമ്പ് മിസ്വാക്ക് സുന്നത്താണെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉച്ചതിരിഞ്ഞതിന് ശേഷം നോമ്പുകാരൻ ചെയ്യുമ്പോൾ ഇവിടെ പൊതുവെ അറബികളിൽ ഈ മറ്റേ ഇതിങ്ങനെ വായിലിട്ടിട്ട് നടക്കുന്നതാണ്. പക്ഷെ അന്നേരം നോമ്പ് ഇതാവൂലേ? തുപ്പിയിട്ടില്ലെങ്കിൽ ആ ഉമിനീര് തുപ്പിയില്ലെങ്കിൽ നോമ്പ് മുറിയും. പക്ഷെ അവരെ മദ്ഹബിൽ ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാർക്ക് കറാഹത്താണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ പോലും ഇവരിങ്ങനെ ഫുൾ ടൈം വായിലിങ്ങനെ മറ്റേ വെച്ചിട്ട് നടക്കുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ട്രൈ ചെയ്യും. ചായ നമുക്കറിയില്ല. എടാ, ഫസലിനെ തുഫൈലിനായിട്ട് വിളിക്കുക, ക്യാമ്പസ് ലീഡേഴ്സിന്. നമ്പർ ഗ്രൂപ്പിലുണ്ടാവുമല്ലോ. അല്ല, അവരിങ്ങനെ ഫുൾ ടൈം വായിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. മിസ്വാക്ക് ചെയ്യുന്നതല്ല, ഇങ്ങനെ ഫുൾ ടൈം വായിലൊരു മിസ്വാക്ക് ഉണ്ടാവുക. അത് നമ്മൾ പറഞ്ഞു, എല്ലാ സമയത്തും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ സുന്നത്ത്. അവർ ആ സുന്നത്തുകളൊക്കെ മുറ പോലെ ചെയ്യുന്ന ടീംസാണല്ലോ ഈ സൗദികൾ എന്ന് പറഞ്ഞാൽ, അല്ലേ? എന്താണ്, ആക്റ്റീവായിട്ട് എൻഗേജ് ആകുന്ന ആൾക്കാരാണ്. ഓരോ സുന്നത്തുകളും നിസ്കാരത്തിൻ്റെ വിഷയങ്ങളൊക്കെ മുമ്പ് പറഞ്ഞല്ലേ, ഓൺ ദി സ്പോട്ട് നാട്ടി ആ നോമ്പ് സമയത്ത് ഉപ്പണം. അതിൻ്റെ ഉമിനീര്, അതായത് പിന്നെ ഉമിനീര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിസ്വാക്ക് ഒന്നുമില്ലാത്തൊരു മിസ്വാക്ക് വായിലേക്കിട്ട് അതിൻ്റെ ഉമിനീര് പോയാൽ പ്രശ്നമില്ല. അതിൽ പേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയാലാണ് പ്രശ്നം. വെറുതെ ഒരു കഷ്ണം വടി വായിലേക്ക് ഇട്ടു, ഉമിനീരുണ്ടായി, അത് ഇറക്കി, പ്രശ്നമില്ലല്ലോ. ആ ഉമിനീരിലൊന്നും കലർന്നിട്ടില്ലല്ലോ. കാലിയായൊരു മിസ്വാക്കിൻ്റെ വടി വായിലേക്ക് ഇട്ടു, ഉമിനീര് കലർന്നു ഇറങ്ങിപ്പോയി, പ്രശ്നമില്ല. എന്താണ് ഉമിനീരിൽ പിന്നെന്താണ് ഒന്നിരിക്കൽ കഫോ അല്ലെങ്കിൽ ചോരയായിട്ട് കലരണം. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൽ പേസ്റ്റോ അല്ലെങ്കിൽ മറ്റു മുക്കിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവണം. ഒന്നുമില്ലാത്ത ഉമിനീര് പ്രശ്നമില്ല, കാലിയായ ഉമിനീര് പ്രശ്നമില്ല, എത്ര ഇറങ്ങിയാലും പ്രശ്നമില്ല. അപ്പം നോമ്പുകാരനിക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഫയുക്റഹു, അതെന്താണ്? കറാഹത്താണ്. ശരിയല്ല? അപ്പോൾ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. ഇനി അതെപ്പോഴാണ് കറാഹത്ത് വരുന്നത്? ഇല്ലം യതഗയ്യർ ഫമുഹു, അവൻ്റെ വായ മലിനമായാലൊഴികെ, അവൻ്റെ വായ പകർച്ചയായാലൊഴികെ, മലിനമായാലൊഴികെ. എങ്ങനെ? ബിനഹ്വി നൗമിൻ, ഉറക്ക് പോലോത്ത കാരണം കൊണ്ട് അവൻ്റെ വായ മലിനപ്പെട്ടാലൊഴികെ. അപ്പം അങ്ങനെ ഉറങ്ങിയിട്ട്, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയിട്ട് വായ ഫുള്ള് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്താലും കറാഹത്ത് വരില്ല എന്നർത്ഥം. അപ്പോൾ ഉറക്ക് പോലോത്തത് കൊണ്ട് അവൻ്റെ വായ മലിനമായാലൊഴികെ. വ ഇല്ലാ ബി സിവാക്കി, അതേപോലെ പിന്നെന്താണ്? ഇതാണ് നമ്മൾ നോമ്പുകാരൻ്റെ വിഷയം പറഞ്ഞത്. അപ്പോൾ നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഉറക്ക് പോലോത്ത കാരണം കൊണ്ട് അവൻ്റെ വായ മലിനപ്പെട്ടാൽ കറാഹത്ത് വരില്ല, അല്ലെങ്കിൽ കറാഹത്താണ് ഉച്ചയ്ക്ക് ശേഷം. അതേമാതിരി നമ്മൾ പറഞ്ഞല്ലോ മിസ്വാക്ക് എപ്പോഴും സുന്നത്താണെന്ന് പറഞ്ഞല്ലോ നോമ്പുകാരനേക്ക് ഒഴികെ. അതേമാതിരി അടുത്ത മറ്റൊരു നമ്മൾ ഇവിടെ ഒരു നോമ്പുകാരനെ പുറത്താക്കി, അല്ലേ? നോമ്പുകാരനിക്ക് എന്തില്ല? സുന്നത്തില്ല ഉച്ചയ്ക്ക് ശേഷം. അതേമാതിരി വൈല്ലാ ബി സിവാക്കി ഗൈരിഹി, മറ്റൊരുത്തൻ്റെ മിസ്വാക്ക് ഉപയോഗിച്ചിട്ടുമൊഴികെ, മറ്റൊരുത്തൻ്റെ മിസ്വാക്ക് ഉപയോഗിച്ചിട്ട് മിസ്വാക്ക് ചെയ്യലും സുന്നത്തല്ല. അപ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. എന്താണ്? ഇല്ലാ ബി സിവാക്കി ഗൈരിഹി, മറ്റൊരുത്തൻ്റെ മിസ്വാക്ക് ഉപയോഗിച്ചിട്ട് മിസ്വാക്ക് ചെയ്യലും സുന്നത്തല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ യഹ്റുമു, മിസ്വാക്ക് ചെയ്യൽ ഹറാമാണ്. ഇല്ലം യഅലം ബിരിളാഹു,
അവൻ്റെ തൃപ്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ മിസ്വാക്ക് ഇപ്പോൾ എന്താണ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ പല്ലേച്ചു അല്ലെങ്കിൽ മിസ്വാക്ക് എടുത്തിട്ട് മിസ്വാക്ക് ചെയ്തു, അതെന്താണ്? അതും സുന്നത്തല്ല, അതിന് സുന്നത്തിൻ്റെ കൂലി കിട്ടില്ല. പിന്നെയോ ഫയഹ്റുമു, അത് ഹറാമാണ്. ഇല്ലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ബിരിളാഹു, ഈ മിസ്വാക്ക് ചെയ്യുന്നവൻ അറിയുന്നില്ല, ബിരിളാഹു, ആ മിസ്വാക്കിൻ്റെ ഓണറുടെ തൃപ്തിയെ. ഞാൻ മിസ്വാക്ക് എടുത്തു കഴിഞ്ഞാൽ അവൻ തൃപ്തനാണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഹറാമാണ്. ശരിയില്ല. ചില നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മിസ്വാക്ക് എടുത്ത് എൻ്റെ ഭാര്യ എൻ്റെ ബ്രഷ് എടുത്തൊരു ബ്രഷോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ എന്താണ് ഈ അറാക്ക് എടുത്തിട്ട് എൻ്റെ ഭാര്യ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഭാര്യൻ്റെ അറാക്ക് ഞാൻ ഉപയോഗിച്ചു, അവിടെ എന്തുണ്ട്? നമുക്ക് തൃപ്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തൃപ്തി അറിയാം. അപ്പോൾ അതാണ് ഇല്ലം യഅലം, ഈ ഉപയോഗിക്കുന്നവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ബിരിളാഹു, ആ മിസ്വാക്കിൻ്റെ ഉടമയുടെ തൃപ്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിഷിദ്ധമാണ്. ഇനിയോ ഫൈൻ അലിമ, അവൻ അറിഞ്ഞു എന്ത്? ഈ എന്താണ് തൃപ്തി അറിഞ്ഞു. ഉപയോഗിക്കുന്നവൻ എന്തറിഞ്ഞു? ആ വസ്തു, ഈ മിസ്വാക്കിൻ്റെ ഉടമസ്ഥൻ്റെ തൃപ്തിയെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, ഫഖിലാഫുൽ ഔല, അത് നല്ലതിനെതിരാണ്, അത് നല്ലതിന് എതിരാണെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മറ്റൊരു തന്നെ മിസ്വാക്ക് ഉപയോഗിക്കുക എന്നുള്ളൊരു നല്ല ശീലമല്ലല്ലോ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നല്ലതിനെതിരാണ്. അവിടെയും സുന്നത്തല്ല, പിന്നെയോ ഖിലാഫുൽ ഔലിയാണ് ഉണ്ടാവുക. തൃപ്തി ഇല്ലാണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കി. മിസ്വാക്ക് എപ്പോഴും സുന്നത്താണ്, നോമ്പുകാരനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒഴികെ. ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യൽ എന്താണ്? കറാഹത്താണ്. അതേമാതിരി തൃപ്തിയില്ലാതെ മറ്റൊരു തന്നെ മിസ്വാക്ക് ഉപയോഗിക്കലും പറ്റില്ല, അവിടെ ഹറാമിൻ്റെ കുറ്റം കിട്ടും. തൃപ്തി ഉണ്ടെങ്കിൽ ഖിലാഫുൽ ഔലയാണ് എന്നാ പറഞ്ഞത്. ഇനിയോ ഇല്ലാലി തബറുക്കി, തബറുക്കിന് വേണ്ടി ഒഴികെ. എന്താണ് തബറുക്കിന് വേണ്ടി ഒഴികെ എന്ന് പറഞ്ഞാൽ? പിന്നെ ഒരു ഉസ്താദ് പിന്നെ തൻ്റെ ശിഷ്യൻ അല്ലെങ്കിൽ പിന്നെന്താണ് ഉപ്പാൻ്റെ മക്കളെടുത്തു, അല്ലെങ്കിൽ പിന്നെ ഉസ്താദിൻ്റെ ശിഷ്യൻ എടുത്തു. അപ്പോൾ ഉസ്താദ് ഉപയോഗിച്ചൊഴിവാക്കിയത്, ഉപ്പ ഉപയോഗിച്ചൊഴിവാക്കിയത്, അത് പിന്നെ തബറുക്കിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ശിഷ്യന്മാരോ മക്കളോ അങ്ങനെ വല്ലതും എടുത്തു കഴിഞ്ഞാൽ അവിടെ ഖിലാഫുൽ ഔല വരുന്നില്ല എന്നർത്ഥം. തൃപ്തിയുണ്ട് എന്നിട്ടും എടുത്തു ഉപയോഗിച്ചു, അവിടെ എന്ത് വരുന്നില്ല? ഖിലാഫുൽ ഔല വരുന്നില്ല. കാരണം തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പ്രശ്നമില്ല. തബറുക്ക് എന്നുള്ളത് ഇസ്ലാമിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അവിടെ സാധാരണ തബറുക്ക് എന്ന് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ചോറിൻ്റെ പരിപാടിക്ക് മാത്രമേ അല്ലേ? മൗലിദിനേഷൻ തബറുക്കുണ്ട്, ആണ്ടിനേഷൻ തബറുക്കുണ്ട്, ഉറൂസിനേഷൻ തബറുക്കുണ്ട്. തബറുക്ക് എന്ന് പറഞ്ഞാൽ ബറക്കത്തിൻ്റെ എന്നർത്ഥം. ബറക്കത്തിൻ്റെ ഭക്ഷണമാവട്ടെ വസ്തുക്കളാവട്ടെ എന്തോ ആവട്ടെ, ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ബറക്കത്തിൻ്റേത്, ബറക്കത്തിൻ്റെ വസ്തു എന്നർത്ഥത്തിലേക്കാണ് തബറുക്ക് എന്ന് ഉപയോഗിക്കാറുള്ളത്. എന്തിനും തബറുക്ക് എന്ന് പറയാം. എനിക്കെന്ത് ചെയ്തു? എൻ്റെ ഉസ്താദ് ഒരു 10 രൂപ തന്നു, ഒരു 100 രൂപ തന്നു, ഒരു 500 രൂപ തന്നു, ബറക്കത്തിൻ്റെ പൈസ, തബറുക്ക് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. എനിക്കൊരു തൊപ്പി തന്നു, എന്താണ് എൻ്റെ ഒരു ഷെയ്ഖ്, എൻ്റെ ഒരു ഉസ്താദ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എനിക്കൊരു തൊപ്പി തന്നു, ബറക്കത്തിൻ്റെ തൊപ്പിയാണ്. അതാണ് തബറുക്ക് എന്ന് പറയുന്നത്. ബറക്കത്തിന് വേണ്ടി മാറ്റി വെക്കപ്പെടുന്നത്, അത് നമ്മൾ എന്ത് പറയാം അതിനെക്കുറിച്ചിട്ട്? തബറുക്ക് എന്ന് പറയാം. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ അവിടെ മസാല പറഞ്ഞിട്ടുള്ളത്. ഇനിയോ വഇല്ലാ ഇദാ കാന ഫീഹി നജസുൻ ഔ റീഹുൻ കരീഹുൻ മൂദിൻ ഫയജിബു ഹൈസു തവഖഫ അലൈഹി ഇസാലതുഹു. ഇനിയോ വഇല്ലാ ഇദാ കാന, ഇനി മിസ്വാക്ക് സുന്നത്താണെന്ന് പറഞ്ഞില്ലേ? ഇനിയോ വഇല്ലാ ഇദാ കാന ഫീഹി, അവൻ്റെ വായയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഒഴികെ. ഇവിടെയും സുന്നത്തില്ല. എവിടെ? വഇല്ലാ ഇദാ കാന ഫീഹി, അവൻ്റെ ഫീഹി എന്ന് പറഞ്ഞാൽ ഫീ ഫമിഹി എന്നർത്ഥം. അവൻ്റെ വായയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഒഴികെ. നജസുൻ, എന്തുണ്ടായിട്ടുണ്ട്? നജസ് ഉണ്ടായിട്ടില്ലെങ്കിലും ഒഴികെ. അവൻ്റെ വായിൽ നജസ് ഉണ്ടായിട്ടില്ലെങ്കിലും ഒഴികെ എന്ന് പറഞ്ഞാൽ നജസ് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണ്? സുന്നത്താണ്. നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഔ അല്ലെങ്കിൽ റീഹുൻ കരീഹുൻ, മോശമായ, കരീഹ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത, നമ്മൾ വൃത്തികെട്ടാന്ന് പറയുന്നില്ല, വൃത്തികെട്ട വാസന. മൂദിൻ, ബുദ്ധിമുട്ടാക്കുന്ന, അപ്പം ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വൃത്തികെട്ട വാസനയും ഉണ്ടായാലൊഴികെ, അല്ലെങ്കിൽ നജസ് ഉണ്ടായാലൊഴികെ. അപ്പം നജസുള്ള സമയത്തും വൃത്തികെട്ട മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന വാസനയുമുള്ള സമയത്ത് മിസ്വാക്ക് സുന്നത്തല്ല, ഫയജിബു, മിസ്വാക്ക് എന്താണ്? നിർബന്ധമാണ്.
നിർബന്ധമാണ്. മിസ്വാക്ക് നിർബന്ധമാണ്. എപ്പോ മൂദിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദേ? മൂദിൻ എന്ന് മൂതി പറഞ്ഞാല് മൂതി എന്ന് പറഞ്ഞെങ്കിൽ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്തുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക എന്നർത്ഥം. നിന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നില്ല നമ്മൾ സാധാരണ. ആ ഇപ്പൊ അപ്പൊ ആ ഒരു വാക്ക് പണ്ടേ അങ്ങനെ തന്നെയാണല്ലേ? അയാളെ പേര് പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്ന ആളാകും പ്രശ്നമില്ല. ഒരു കൂട്ടത്തിലൊക്കെ പോയി നിൽക്കുന്ന ആളെ കുറിച്ചായി പറയുന്നത്. ഒരു ജമാഅത്തിലൊക്കെ പോയി നിൽക്കുന്ന ആളാണ്, ഒരു പ്രസംഗിക്കുന്ന ആളാണ്, ഒന്നിച്ച് സംസാരിക്കുന്ന ആളാണ്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവൻ വായി തുറന്നാൽ ബാക്കിയുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, പ്രയാസമാവുന്നുണ്ട്. അതാണ് ബാക്കിയുള്ളവരെ പ്രയാസപ്പെടുത്തുക. അപ്പോൾ വൃത്തികെട്ട, അപ്പോൾ കരീഹ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട, രീഹ് എന്ന് പറഞ്ഞാൽ വാസന, കരീഹ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വാസന, മൂദിൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളെ ബുദ്ധിമുട്ടാക്കുന്ന, ശല്യപ്പെടുത്തുന്ന വാസന. അപ്പം അങ്ങനെ വരുമ്പോൾ യജിബു, മിസ്വാക്ക് സുന്നത്തല്ല, യജിബു നിർബന്ധമാണ്. ഹൈസു തവഖഫ അലൈഹി ഇസാലത്തുഹു, ഹൈസു തവഖഫ ഈ മിസ്വാക്ക് നിലകൊള്ളുന്ന സമയത്ത്, അല്ല സോറി, ഹൈസു തവഖഫ അലൈഹി ഈ മിസ്വാക്കിൻ്റെ മേൽ നിലകൊള്ളുന്ന സമയത്ത് എന്ത്? ഇസാലത്തുഹു ഈ വാസനയെ നീക്കം ചെയ്യൽ, അല്ലെങ്കിൽ നജസിനെ നീക്കം ചെയ്യൽ. ഈ നജസിനെ നീക്കം ചെയ്യാനോ ഈ വൃത്തികെട്ട വാസനയെ നീക്കം ചെയ്യാനോ മിസ്വാക്കല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സമയത്ത് മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമായി. ഇനി മസാല മനസ്സിലായില്ലേ? ഒന്നും കൂടെ നോക്ക്. വ ഇല്ല ഇദാ കാന ഫീ ഫീഹി അവൻ്റെ വായയിലുണ്ടായാലും ഒഴികെ, എന്തുണ്ടായാൽ? നജസുണ്ടായാലും ഒഴികെ. ഔ അല്ലെങ്കിൽ റീഹുൻ കരീഹുൻ മൂദിൻ, റീഹ് എന്ന് പറഞ്ഞ വാസന, കരീഹുൻ വൃത്തികെട്ട വാസന, മൂദിൻ ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തുന്ന വൃത്തികെട്ട വാസന അവൻ്റെ വായയിലുണ്ടായാലും ഒഴികെ, അല്ലെങ്കിൽ നജസ് ഉണ്ടായാലും ഒഴികെ. ആ സമയത്തൊന്നും മിസ്വാക്ക് സുന്നത്തല്ല. പിന്നെയോ ഫേജിബ് നിർബന്ധമാണ് മിസ്വാക്ക്. ഹൈസു തവഖഫ അലൈഹി ആ മിസ്വാക്കിൻ്റെ മേലിൽ നിലകൊള്ളുന്നു. ഇസാലത്തുഹു ഈ നജസിനെ നീക്കം ചെയ്യൽ, അല്ലെങ്കിൽ വൃത്തികെട്ട ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്തുന്ന വാസനയെ നീക്കം ചെയ്യൽ. അപ്പോൾ മിസ്വാക്ക് ചെയ്താലേ ആ വാസന നീങ്ങൂ, അല്ലെങ്കിൽ നജസ് നീങ്ങും. നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണ പൊട്ടി ചോരയുണ്ട്, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും നജസ് ഉണ്ട്, വായിൽ ഇതൊരു നജസ് ഉണ്ട്. ആ നജസ് നീക്കം ചെയ്യാൻ മിസ്വാക്ക് ചെയ്താലേ പറ്റൂ എങ്കിൽ മിസ്വാക്ക് നിർബന്ധമായി. ആ വാസന നീങ്ങാൻ മിസ്വാക്ക് ചെയ്താലേ പറ്റൂ എന്നുണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമായി. അല്ലെങ്കിലാണ് മിസ്വാക്ക് സുന്നത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മിസ്വാക്ക് സുന്നത്താണെന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും മിസ്വാക്ക് എല്ലാവർക്കും സുന്നത്താണ്. അത് നമ്മൾ നോമ്പുകാരനെ ഒഴിവാക്കി. നോമ്പുകാരന് കറാഹത്താണ്. മറ്റുള്ളവരെ മിസ്വാക്ക് മറ്റുള്ളവരെ മിസ്വാക്ക് ഉപയോഗിക്കലിനെയും നമ്മൾ ഒഴിവാക്കി. അത് തൃപ്തിയില്ലെങ്കിൽ ഹറാമാണ്, തൃപ്തിയോടുകൂടിയാണെങ്കിൽ ഖിലാഫുൽ ഔലിയാണ്. അതേമാതിരി വായയിൽ നജസോ അല്ലെങ്കിൽ മോശപ്പെട്ട വാസനയോ ഉണ്ടാവുക, അതിനെയും ഒഴിവാക്കി. അല്ലേ? അങ്ങനെ മോശപ്പെട്ട വാസന അല്ലെങ്കിൽ നജസ് നീക്കം ചെയ്യാൻ മിസ്വാക്ക് ചെയ്താലേ പറ്റൂ എന്നുണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമായി. ഈ 3 ഘട്ടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എപ്പോഴും എന്താണ്? മിസ്വാക്ക് സുന്നത്താണ്. റൗഫ്ഖാൻ മനസ്സിലായില്ലേ? നീക്കം ചെയ്യുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ 3 നമ്മൾ എല്ലാ സമയങ്ങളും എല്ലാവർക്കും മിസ്വാക്ക് സുന്നത്താണ്. ഈ 3 ഒഴികെ, നോമ്പുകാരനിക്ക് ഒഴികെ, ബാക്കിയുള്ളവൻ്റെ മിസ്വാക്ക് ഉപയോഗിച്ചിട്ടൊഴികെ, അതേമാതിരി വായയിൽ നജസോ മോശപ്പെട്ട വാസനയോ ഉണ്ടെങ്കിലും ഒഴികെ, ഈ 3 നമ്മൾ ഒഴിവാക്കി. അത് 3നും വേറെ മസാലകളാണെന്ന് അർത്ഥം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ആ മിസ്വാക്കിൻ്റെ രൂപം പറയാം. മിസ്വാക്ക് ചെയ്യേണ്ട രൂപം ഇപ്പോൾ തന്നെ കുറച്ച് പറയാം കേട്ടോ. മിസ്വാക്ക് നമ്മൾ പിടിക്കേണ്ടത്, ഇബാറത്ത് വായിക്കുന്നില്ല, പ്രയാസമാവും. മിസ്വാക്ക് നമ്മൾ പിടിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. മിസ്വാക്ക് പിടിക്കൽ സുന്നത്തായ രൂപം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഈ 3 വിരലുകൾ മിസ്വാക്കിൻ്റെ മുകളിൽ, ബ്രഷിൻ്റെ മുകളിൽ വരണം. ഈ ചെറുവിരലും തള്ളവിരലും അതിൻ്റെ താഴെ വരണം. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. സുന്നത്തായ പിടുത്തം ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അത് നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട്, അതാ പറഞ്ഞത്, നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രയാസമാണല്ലോ. അപ്പോൾ ശീലിച്ചാൽ പ്രയാസമില്ല, എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ, പ്രശ്നമില്ല. അങ്ങനെ തന്നെ വലത് കൈ കൊണ്ട് ചെയ്യണം. നമ്മളിപ്പോൾ
പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് എഴുതുന്നൊരുത്തിന് റൈറ്റ് ഹാൻഡ് മാറുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പറ്റുമോ? റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് എഴുതുന്നവന് ലെഫ്റ്റിലേക്ക് മാറുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് പരിചയമില്ലാത്ത രൂപമാകുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് മുത്താലിങ്ങളെ ദർസിലേക്കെല്ലാം കൂടുന്ന സമയത്ത് തുണി ഉടുക്കാനൊരു പ്രയാസമുണ്ട്. റബ്ബേ, ആ പിള്ളേർ പ്രയാസപ്പെടുന്നത് കാണണം. എന്തൊക്കെയോ കളി കളിച്ച് ആ തുണി അഴിഞ്ഞു പോക്ക്, പിന്നെയും കെട്ടൽ, ബെൽറ്റ് ഇടൽ, വള്ളി ഇട്ട് കെട്ടൽ, അതൊരു 2 മാസം ഉണ്ടാവും. പിന്നെ സിമ്പിളാവും. അതേ പരിചയമില്ലാത്തൊരു സംഗതി ആവുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടാവും. അപ്പം അതേമാതിരി നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ട കേട്ടോ. ഇങ്ങനെ പിടിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട രൂപം കൂടെ പറയാം. ഉപയോഗിക്കേണ്ട രൂപം ആദ്യം നമ്മൾ പിന്നെ മേൽപ്പല്ല് വലതുവശത്ത് ഉപയോഗിക്കണം. മേൽഭാഗത്തെ പല്ല് അതിൻ്റെ വലതുവശം, അതിൻ്റെ പുറം ഭാഗം, മനസ്സിലായില്ലേ? മേൽഭാഗത്തെ പല്ലിൻ്റെ വലതുവശത്തിൻ്റെ പുറം ഭാഗം, മേൽഭാഗത്തെ പല്ലിൻ്റെ ഇടതുവശത്തിൻ്റെ പുറം ഭാഗം, താഴ്ഭാഗത്തെ പല്ലിൻ്റെ വലതുവശത്തിൻ്റെ പുറം ഭാഗം, താഴ്ഭാഗത്തെ പല്ലിൻ്റെ ഇടതുവശത്തെ പുറം ഭാഗം, പിന്നെ അതിൻ്റെ ഉള്ള്, അതേമാതിരി തന്നെ ഉള്ള്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? അങ്ങനെ സോറി, ചെറിയൊരു മാറ്റമുണ്ട്. നമ്മളെന്ത് പറഞ്ഞു? മിസ്വാക്ക് ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് മേൽഭാഗത്തെ പല്ല് അല്ലേ, മേൽഭാഗത്തെ പല്ലിൻ്റെ പുറം ഭാഗം, വലതുവശം ഇടതുവശം, പിന്നെ ഉൾഭാഗം കേട്ടോ, അവിടെ തന്നെ. പിന്നെ ഉൾഭാഗം വലതുവശം ഇടതുവശം, പിന്നെ താഴ്ഭാഗത്തെ പല്ലിൻ്റെ പുറം പല്ല് വലതുവശം ഇടതുവശം, പിന്നെ ഉൾഭാഗം വലതുവശം ഇടതുവശം, പിന്നെ നാവിൽ നീളത്തിൽ. അപ്പം ഇങ്ങനെ ചെയ്യുന്നു, ഉൾവശം ഇങ്ങനെ ചെയ്യുന്നു, താഴ്വശം ഇങ്ങനെ ചെയ്യുന്നു, ഉൾവശം ഇങ്ങനെ ചെയ്യുന്നു. മേൽഭാഗത്തുനിന്ന് തുടങ്ങി പിന്നെ പുറം ഭാഗത്തിൻ്റെ വലത് ഇടത്, ഉൾഭാഗത്തിൻ്റെ വലത് ഇടത്, പിന്നെ താഴ്ഭാഗം തുടങ്ങുന്നു, അതിൻ്റെ പുറം ഭാഗത്തിൻ്റെ വലത് ഇടത്, ഉൾഭാഗത്തിൻ്റെ വലത് ഇടത്, പിന്നെ നാവിൽ ഒരു നീളത്തിൽ. ഇതാണ് അതിൻ്റെ രൂപം. ഇങ്ങനെ പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യണമെന്നില്ല. നിസ്കാരത്തിൽ നമ്മൾ എല്ലാ സമയത്തും സുന്നത്താണെന്ന് പറഞ്ഞില്ല. നിസ്കാരത്തിൽ മിസ്വാക്ക് കീശയിൽ ഇട്ട് വെക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മതി. അതിൻ്റെ അസൽ സുന്നത്ത് കിട്ടാൻ നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് വായിൽ എന്തൊക്കെയോ വരും. അതൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ സുന്നത്ത് പിൻപറ്റാൻ, ഇത്തിബാഉ സുന്നക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മിസ്വാക്ക് എടുക്കുക, കഴിഞ്ഞു. സിമ്പിൾ. മിസ്വാക്ക് നമ്മൾ ഇത് പൂർണ്ണമായ രൂപ പറഞ്ഞത്. മിസ്വാക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിസ്കാരത്തിന്റെ സമയത്തൊക്കെ ഒരു വലി കഴിഞ്ഞു. മിസ്വാക്ക് ചെയ്തു, മിസ്വാക്കിന്റെ സുന്നത്ത് കിട്ടി. ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു അവിടെ. റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റുക എന്ന സംഭവം നടന്നു അവിടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ രൂപമാണ് ഇപ്പോൾ താഴെ പറയുന്നുള്ളത് കേട്ടോ. എൻ്റെ രൂപത്തിൻ്റെ കുറച്ച് വിശദീകരിച്ചുകൊണ്ടാണ് താഴെ പറയുന്നുള്ളത്. അതിൻ്റെ ചുരുക്ക രൂപം ഇപ്പോൾ പറഞ്ഞ മലയാളത്തിൽ. അപ്പം ഇങ്ങനെ തന്നെ ഇനി മുതൽ ഇങ്ങനെ തന്നെ ശീലിക്കുക. പിന്നെ നമ്മൾ മിസ്വാക്കിൻ്റെ സമയത്ത് നിയ്യത്തും കൂടെ വെക്കണം. വുളുവിൻ്റെ സമയത്തുള്ള മിസ്വാക്ക് എന്ന് നിയ്യത്ത് വെക്കണം. നിസ്കാരത്തിൻ്റെ സമയത്തുള്ള മിസ്വാക്ക് എന്ന് മനസ്സിൽ കരുതണം അതാത് സമയത്ത്. അപ്പോൾ അതിൻ്റെ സുന്നത്ത് കിട്ടും. നമ്മളത് പിന്നെ ഇത് പറയുന്നുണ്ടല്ലോ, ഇത് ഇവിടെ പറയുന്നുള്ളൂ. ഇപ്പോ വുദൂവിന്റെ സുന്നത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ തുടങ്ങിയത് ഇത് സംഭവം.
ഈ സംഭവം നമ്മൾ 7ാമത്തെ സുന്നത്തായിട്ട് എവിടെയാ എന്തിലാ പറഞ്ഞത്? വുദൂവിന്റെ സുന്നത്തിൽ നമ്മൾ തുടങ്ങിയത് നമ്പർ ഇട്ടിട്ട് ഓരോന്നായിട്ട്. എന്ന് പറഞ്ഞാൽ മുൻകൈ കഴുകിയിട്ട് മിസ്വാക്ക്, എന്നിട്ടാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത്, മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൽ പിന്നെ ഇങ്ങനെ മുൻകൈ കഴുകുന്ന സമയത്ത് വുദൂവിന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് നിയത്ത് വെക്കണം, എന്നാലേ അത് സുന്നത്ത് കിട്ടും അല്ലെ? വുദൂവിന്റെ സുന്നത്തിനെ കരുതുന്നു എന്ന് മനസ്സിൽ കരുതുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹി ജഅലൽ മാ തഹൂറ. മിസ്വാക്ക് എടുക്കുക, പരിപാടി. അതിനുശേഷം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു. അതിനുശേഷം കയ്യിൽ വെള്ളം എടുക്കുന്നു, വുദൂവിന്റെ ഫർളിനെ വീട്ടുന്നു. അതിന്റെ രൂപം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.